ഹായ് ഡിയേഴ്സ്, സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അഡ്മിഷൻ നടക്കുന്ന ഡേറ്റുകൾ പ്രത്യേകം ഓർമ്മിക്കുക. 28-ാം തീയതി മുതൽ 6-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ്. ഓരോ വിദ്യാർത്ഥിക്കും ഡേറ്റും സമയക്രമവും നിങ്ങളുടെ HS ക്യാപ്പിൽ പോയാൽ കാൻഡിഡേറ്റ്സ് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെന്റ് കിട്ടിയ സ്കൂള് അതിന്റെ സമയക്രമം എല്ലാ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റ് നമുക്ക് എവിടെയാണ് കിട്ടിയതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതായത് www.hscap.kerala.gov.in പോയി കാൻഡിഡേറ്റ്സ് ലോഗിനിലാണ് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വരിക? യൂസർ നെയിം, അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡ് ഉണ്ടാവും, അതും കൊടുക്കുക. ഡിസ്ട്രിക്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ അലോട്ട്മെന്റ് ലഭിച്ചതെന്ന വിവരം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? കാൻഡിഡേറ്റ്സ് ലോഗിനിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ചെയ്ത അതേപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടാണ് നിങ്ങൾ കയറി നോക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെന്റ് സ്ലിപ്പ് ഉണ്ട്, അത് നമ്മൾക്ക് HS ക്യാപ്പിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അതുമായിട്ടാണ് സ്കൂളിലേക്ക് ചെല്ലേണ്ടത്. എല്ലാ സ്കൂളുകളിൽ നിന്നും അലോട്ട്മെന്റ് സ്ലിപ്പും കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. അപ്പൊ അതെന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് അതേ സ്കൂൾ തന്നെയാണ് ലഭിച്ചതെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ സെയിം സ്കൂൾ തന്നെയാണ് ലഭിച്ചതെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. അതിന്റെ ഫീസുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഹയർ ഓപ്ഷൻ സ്കൂളുകളിലാണ് നിങ്ങൾ ലഭിച്ചതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല കിട്ടിയതെങ്കിലും നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ മുകളിലേക്ക് കയറി വന്ന സ്കൂൾ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുത്തേ മതിയാവും. അവിടെ നിങ്ങൾ പെർമനന്റ് എടുക്കണം. അവിടെ ഒരു ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന്. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചത് നിങ്ങൾ ടെമ്പററി എടുക്കാത്ത സ്കൂളുകളിലാണെങ്കിൽ നിങ്ങൾ ടെമ്പററി എടുത്ത സ്കൂളിൽ പോയി അവിടെ നിന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കൊടുത്ത രേഖകൾ എല്ലാം തന്നെ തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള സ്കൂളിൽ നിങ്ങൾക്ക് എവിടെയാണോ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയല്ലോ? അതായത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചേർന്ന സ്കൂളിൽ പോയിട്ട് അവിടെ നിന്നും നിങ്ങൾ കൊടുത്ത എല്ലാ രേഖകളും തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യണം. ഇനി അതേ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് ടെമ്പററി കിട്ടിയ സെയിം സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ, സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് വന്നിരിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അതേ സ്കൂളിൽ തന്നെ പെർമനന്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. ചില കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിൽ തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ എന്നുള്ളൊരു സംവിധാനം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ ഡേറ്റ് അറിയുന്ന പക്ഷം നിങ്ങളെ അറിയിക്കുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതാണ്. സ്കൂൾ ട്രാൻസ്ഫർ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് സ്കൂളിലാണോ ജോയിൻ ചെയ്തത് ആ സ്കൂളിൽ ചേർന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നുള്ളൂ. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ്സ് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 28-ാം തീയതി ഓരോ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലെ നിങ്ങളുടെ റാങ്കും ആ സ്കൂളിന്റെ അവസാനത്തെ റാങ്ക് കൂടി നോക്കുക നിങ്ങൾ. അപ്പം ഏകദേശം അടുത്തടുത്താണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫറിൽ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ HS ക്യാപ്പിൽ ഏതൊക്കെ സ്കൂളുകളിലാണ് ഒഴിവുകൾ ഉള്ളത് എന്നുള്ള കാര്യവും കൂടി അവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണോ നമ്മൾ കൊടുക്കേണ്ടതെന്ന്, ഏറ്റവും കൂടുതൽ ഒഴിവുള്ള സ്കൂളുകളിലേക്ക് നിങ്ങൾ സ്കൂൾ ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്കൂൾ ലഭിക്കുന്നതാണ്. ഈ സ്കൂൾ ട്രാൻസ്ഫർ വരുന്നത് സാധാരണ കേസിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമോ അല്ലെങ്കിൽ മുമ്പെയോ വരാം. അത് ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അത് നമുക്ക് അറിയുന്ന പക്ഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി അലോട്ട്മെന്റ് ഒട്ടും കിട്ടാത്ത കുട്ടികളോട് ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട്, നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സപ്ലിമെന്ററി ഫസ്റ്റ്, സെക്കൻഡ് എന്നീ ചോയ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് കൂടി പല സ്കൂളിൽ ഒരുപാട് വേക്കൻസികൾ ഉണ്ടാകും. അത് നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ കാണിക്കും. നമ്മുടെ HS ക്യാപ്പ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് ഒരു പുതിയ ഫോമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക്
VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നിങ്ങൾക്ക് പുതുതായി തന്നെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അങ്ങനെ അപേക്ഷ പുതിയ ഫോമിൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകൾ ചേഞ്ച് ചെയ്യാം, ഓപ്ഷൻസുകൾ ചേഞ്ച് ചെയ്യാം, നിങ്ങളുടെ കോഴ്സുകൾ എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ സൗകര്യമുള്ള സ്കൂളുകൾ ഏത് സ്ഥലത്താണ് കൂടുതൽ വേക്കൻസികൾ സൗകര്യങ്ങൾ എല്ലാം നോക്കി നമുക്ക് സപ്ലിമെന്ററിയിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുക, നമുക്ക് തീർച്ചയായിട്ടും അലോട്ട്മെന്റ് കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട എന്നിവയുടെ അഡ്മിഷൻ ഡേറ്റുകളും എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അവർ അതത് കമ്മ്യൂണിറ്റിക്കാർക്കുള്ള സീറ്റ് റിസർവേഷനുള്ള എയ്ഡഡ് സ്കൂളുകളിലായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവുക. അപ്പൊ അതും നമ്മുടെ HS ക്യാപ് സൈറ്റിൽ 28-ാം തീയതി ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. അപ്പം അതും ശ്രദ്ധിക്കുക. അപ്പം അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ലിസ്റ്റുകളാണ് ഞാൻ ഇവിടെ ഒരു സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ ലിസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട